പേടിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛൻ ഇതിന് പുറകിലുള്ള ഹോട്ടലുണ്ട്. അതെയോ? താങ്ക് യു. ഞങ്ങളുടെ പോർട്ടിൽ നിന്നും എല്ലാ മാസവും നിങ്ങളുടെ ഗുഡ്സ് കൊറിയയിലേക്ക് പോകുന്നുണ്ട്. ആ പോർട്ട് നിന്റെ അച്ഛന്റെ വകയല്ല, ഗവൺമെന്റിന്റെ. ഞങ്ങൾ ഗേറ്റ് അടച്ച നിങ്ങൾക്ക് കോടികളാണ് നഷ്ടം. നീ അങ്ങനെ ചെയ്ത ഇവിടെ വേറെയും ധാരാളം പോർട്ടുകളുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഗേറ്റ് തുറന്നിട്, നമുക്ക് ഒരേ കമ്പനിയായി മൂവ് ചെയ്യാം. ചത്താലും അത് നടക്കാൻ പോകുന്നില്ല. അത് സുദർശൻ, നമ്മുടെ ഫൈനാൻസർ. ഏത്? ആ ഗ്രേ കോട്ടിട്ടവനാ? റെസ്പെക്ട്. 4 പേർ ചേർന്ന് ഒരേ കാറിൽ ഓഫീസിൽ വന്നാൽ ഡീസൽ കാശ് ലാഭിക്കാം. അതുപോലെ 4 ഫാമിലീസ് ഒരുമിച്ച് ഹോളിഡേ ട്രിപ്പ് നടത്തിയാൽ ചെലവ് കുറയ്ക്കാമെന്നും ഒരു ഐഡിയ പറഞ്ഞു. വലിയ ഐഡിയ ഇത്. ഞാനും അതുകൊണ്ടാണ് 5 കോടി ഇറക്കിയത്. വലിയ മനസ്സാത്. 2 മാസം കൊണ്ട് അത് 50 കോടിയായി. വലിയ പുരോഗതിയോ? 100 കോടി തരാം. കമ്പനി നിങ്ങൾ എനിക്ക് തന്നേക്ക്. വലിയ എമൗണ്ട് അത്. സർ, വാട്ട്സ് യുവർ ആൻസർ? സേ നോ. നോ എന്ന് പറയടാ. സേ യെസ്. യെസ് പറയാമൂല്യ. നോ എന്ന് പറയടാ. നോ എന്ന് പറഞ്ഞോളൂ. മിസ്റ്റർ പ്രവീൺ നായിഡി, വലിഞ്ഞു കയറി വരുന്നവർക്കൊക്കെ വാതിൽ തുറന്നിട്ട് കൊടുക്കാൻ ഇതൊരു വഴിയമ്പലമൊന്നല്ല. അത് ഞങ്ങളായിട്ട് ചോദിച്ച കടമാകും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ദാറ്റ് ഈസ് എ റിജക്ഷൻ. ഇറ്റ്സ് എ നോ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. ഇഡിയറ്റ്സ്. മാഡം അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. നീ പറ. കമ്പനി ഉദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ്സുകാർക്ക് അനുയോജ്യമായൊരു പാക്കേജാണ്. നിങ്ങൾ ഇത്ര വലിയ തുകയ്ക്ക് കമ്പനി വാങ്ങിയാൽ റേറ്റ് കൂട്ടേണ്ടി വരും. അങ്ങനെ കോസ്റ്റ് കൂടി വരികയാണെങ്കിൽ സോ അതായത് മാഡം ഉദ്ദേശിക്കുന്നത് നോ എന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാതെ പോയി ഈ ജനറേഷന്. ഞങ്ങളെ പോലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വെറും ഒരു പെണ്ണാ നീ. അതെങ്കിലും ആലോചിക്ക്. വലിയ വാർണിംഗ് അത്. സുദർശൻ സാർ, എനിക്കിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ശീലമില്ല. എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അത് മാച്ച് ആവത്തുമില്ല. തെറ്റായിട്ടെന്തെങ്കിലും പറയാൻ ക്ഷമിച്ചേക്കണം. അതായത് ഈ ജന്മം നൽകാനുള്ള ശക്തി 2 പേർക്കേ ഉള്ളൂ. ഒന്ന് ഭൂമിക്ക്, മറ്റൊന്ന് സ്ത്രീക്ക്. അവരോട് ഈ വീരവാദം എന്തിനാണ് സാറേ? ജസ്റ്റ് സറണ്ടർ ചെയ്യുന്നതാണ് സാറേ നല്ലത്. അമൂല്യ, വാട്ട്സ് ഹാപ്പനിങ്? അങ്ങനെ എല്ലാ സാറിൻ്റെ ഉദ്ദേശങ്ങളും എൻ്റെ 3 ഓപ്ഷൻസ്. 1, നിങ്ങളുടെ ആൾക്കാരെ തല്ലി ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യണം. 2, നിങ്ങളെ തല്ലി ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യണം. 3, നിങ്ങളെ ഞാൻ തല്ലുമോ എന്നുള്ള ഡൗട്ട് കൊണ്ട് നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യണം. ഈ 3ലും കോമൺ ആയിട്ടുള്ളത് കൺട്രോൾ ചെയ്യാന്നുള്ളതല്ല, ഞാൻ തല്ലുന്നുള്ളതാണ് കോമൺ. മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, നമ്മളൊരു ഓഫർ കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവര് അയ്യേ നമുക്കിത് വേണ്ടേ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നോന്ന് തന്നെയാ. അതുപോലെ അതിപ്രധാനപ്പെട്ടത്, വളരെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം
അത് ശരിക്കും നോന്നാ. മാഡം, ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരിക്കരുത് മാഡം. വേണ്ട മാഡം, ഹായ് പറഞ്ഞ് ഇപ്പൊ തന്നെ പരിചയം. കമോൺ മാഡം. ചിറ്റപ്പ, ഇവരെന്താ ഇവിടെ? ഒരുപാട് പേരുണ്ടല്ലോ. ശരിയാണല്ലോ. തിരുമേനി പറയാ, ഈ ക്ഷേത്രത്തിൽ എന്താ ഇത്രയും വികലാംഗര്? ഭഗവതിയുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് മാനസാന്തരം വന്നപ്പോ പഴയ ശത്രുക്കൾ എതിർത്ത് പോയതാ. പ്രതിജ്ഞ ചെയ്യാൻ വന്നത് നീയാണല്ലേ? വാ മോനെ, വരിക. അമ്മേ, ആ മണ്ടൻ ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? അനുഭവം മോനെ, ഇത്രയും നാളത്തെ അനുഭവം. ഭക്തിയും ഭയവും തമ്മിലുള്ള വ്യത്യാസം അറിയുമോ? കല്യാണത്തിന് മുമ്പ് ഓരോ ആണുങ്ങളും ഹീമാനും സൂപ്പർമാനുമാ. കല്യാണം കഴിഞ്ഞാൽ ഡോബർമാനും പുറകെ വാലുവാട്ട് നടക്കും. വാ മോനെ, വാ, വന്ന് പ്രതിജ്ഞ ചെയ്തോളൂ. വാ കണ്ണ. വാ, വരിക. ഇവന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഇങ്ങോട്ട് നിന്നോളൂ. അങ്ങോട്ട് ചെല്ലു മോനെ. ആ, ഞാൻ പറയുന്നത് പോലെ പറയണം. ഓ പറഞ്ഞോ. ഈ ദിവസം മുതൽ ഏത് പരിതസ്ഥിതിയിലും ഏത് പരിതസ്ഥിതിയിലും എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് പറഞ്ഞതനുസരിച്ച് എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരു വഴക്കിനും പോവില്ല. ഞാൻ ഒരു വഴക്കിനും പോവില്ല. ധനുഷിന്റെ ആൾക്കാര് ഇവളുമായിട്ടെന്താ? നാല് ദിവസമായി ഓടി ഓടി ഇവിടെ വരെ എത്തിയതല്ലേ? ആര് രക്ഷിക്കൂടി നിന്നെ? ഭഗവതിക്ക് കുരുതി കൊടുക്കുന്നത് ആടിനെയും കോഴിയൊന്നുമല്ല, കന്യകയായി നിന്നെയാ. വാദ്യങ്ങൾ തുടങ്ങടാ. ഈ കോവില് മാത്രമല്ല, ഈ ലോകം മുഴുവനും കിടക്കണവടാ. ജയ് കാളി. വിട്, കൈവിട്. വിടാൻ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ധൈര്യമായിട്ട് നിൽക്കണമെന്നുണ്ടോ? നോക്ക, കണ്ണിലേക്ക് നോക്ക. നോക്കുന്നുണ്ടോ? നോക്ക.
മാറിയോ? ഞാൻ ഇന്ന് ഇവിടെ കൊല്ലും. ഞാനിവിടെ ചുമ്മാ നിൽക്കല്ലേ. വാ, കൊല്ല് കൊല്ല് കൊല്ലടാ. നീ ധനുഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിന്നെ വെട്ടി വെട്ടി അരിഞ്ഞു കൊല്ലുമടാ. ബോർഡറിൽ വെച്ച് പോലെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വൈബ്രേഷൻ ധനുഷിന്റെ പേര് കേട്ടപ്പോ ഇപ്പൊ എനിക്ക് ഉണ്ടായതാ. ഞാൻ ജലത്തിലെ മുതലയെ പോലെയാ. ഒരിക്കൽ എന്റേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച പിന്നെ ആര് പറഞ്ഞാലും, സാക്ഷാൽ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ജാനു എന്റേതാ. ഇത്രയും നാൾ അവിടെയായിരുന്നു, ഇപ്പൊ ഇവൾ എന്റെ കൂടെയാ. ധൈര്യം ഉണ്ടെങ്കിൽ തുടരാ. അവന്റെ നാടും അവന്റെ അപ്പന്റെ ഉടുമുണ്ട് പോലും ഞാൻ ബാക്കി വെച്ചേക്കലും ചെന്ന് പറഞ്ഞേക്ക്. ഒരു നിമിഷം മുമ്പ് ഞാൻ സത്യം ചെയ്തു പോകുമായിരുന്നു. ഇനി അതേ അമ്മയെ സാക്ഷിയാക്കി ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. അവന്റെ വാശിക്കും എന്റെ ധൈര്യത്തിനും, അവന്റെ ഗ്രൂപ്പിനും എന്റെ ഉശിരിനും അവന്റെ പവറിനും എന്റെ വീറിനും മധ്യേ ഞാനിതാ യുദ്ധം പ്രഖ്യാപിക്കുന്നു. എനി ടൈം, എനിവേർ, എനിബഡി, ഞാൻ റെഡി. നിങ്ങളുടെ ഡിമാൻഡുകൾ പരിഹരിക്കാം. ഇതാ അവരെത്തിക്കഴിഞ്ഞു. എന്താണ് അവസ്ഥ? അകത്ത് 1000-ഓളം കുട്ടികളുണ്ടല്ലേ? ഇവൻ ജീവനോടെ ഉണ്ടോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്താ സാർ സംഭവിച്ചത്? എന്താ പറയേണ്ടത്? വെടിവെച്ചതാ. വെടിവെച്ചതാ. ആരാണ് സാർ? കണ്ണട വെച്ചാൽ എക്സ്പ്രഷൻ തിരിച്ചറിയാൻ പറ്റില്ല. നിനക്ക് ഷൂട്ടിംഗ് അറിയാവോ? ഇതിൽ ഇത്ര പഠിക്കാനും മാത്രം എന്തിരിക്കുന്നു? ഒരു വിരലമർത്താൻ ട്രിഗറും തറയ്ക്കാൻ ഒരു തലയുണ്ടായാൽ മതി. കയ്യിലിടാൻ വിലങ്ങും കൊണ്ടിടാൻ ജയിലും ഇവിടെ ഉണ്ടടാ. ബാത്റൂം ക്ലോസറ്റിലെ ബാക്ടീരിയ പോകണമെങ്കിൽ ആസിഡാ സാർ ഒഴിക്കേണ്ടത്, സെന്റല്ല. അല്ലെങ്കിൽ തന്നെ ചെറിയ കുട്ടികളെ കൊല്ലുന്നു പറയുന്നവരോട് ഡിസ്കഷൻ പാടില്ല സാർ. അടിച്ച് കൊന്നേക്കണം. സാർ, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊരു ഡിഫറെന്റ് മൂവ്മെന്റ് ആയിരുന്നു. ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതുപോലെ ഉണ്ടാകുമ്പോ എപ്പോഴത്തെയും പോലെ ആ ബോഡി എടുത്ത് മാറ്റാ. അളിയാ, ബോഡി എടുത്ത് മാറ്റേ. എനിക്ക് വയ്യ. എന്താ ചേട്ടാ ഇത് ചെറിയ കുട്ടികളെ പോലെ? അവൻ എന്റെ അരയിലെ പൗച്ചിന്ന് തോക്കെടുത്തത് ഞാൻ കണ്ടതേ ഇല്ലടി. തപ്പയെന്ന് വെടി വെച്ചില്ല ഈ ദുഷ്ടൻ.
ഞാൻ വൈകുന്നേരം കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയില്ലേ, അപ്പൊ പ്രസിഡന്റ് മെഡൽ തരുന്നതായി ഞാൻ സ്വപ്നം കണ്ടടി. പ്രസിഡന്റ് മെഡൽ കിട്ടുന്നത് നല്ലതല്ലേ ചേട്ടാ? അത് പക്ഷെ നീ വാങ്ങുന്നതായിട്ടാ കണ്ടത്. ജീവിതത്തിൽ ഇതുവരെ ഒരാളെ പോലും ഞാൻ വെടിവെച്ചിട്ടില്ല. സാറിനെ കൊണ്ട് ഞാൻ വെടിവെപ്പിക്കാൻ സാർ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല. ഞാൻ ഗാന്ധിജിയുടെ ഫോളോവറാണ്. വാടാ, രണ്ടെണ്ണം അടിക്കാം. ഇതിനായിരുന്നോ ഇത്രയും നേരം സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ചത്? ഭയപ്പെടുത്തുന്നു വെച്ച് ഹൊറർ സിനിമ വേണ്ടെന്ന് നോക്കിയോ ആരെങ്കിലും? അത് ബാഡ് ഹാബിറ്റ്. എവനും അതുപോലെ. നീ സിനിമ എടുത്തു, പോസ്റ്ററിൽ എന്റെ അളിയന്റെ പേരും വെച്ചു. ഒന്ന് പോകാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ കൊന്ന സത്താറിന്റെ കയ്യിൽ നിന്ന് ട്രാവൽ ഏജൻസി ഒരു പേപ്പർ കിട്ടി. അത് വെച്ചുകൊണ്ട് എന്റെ അളിയെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇൻട്രോഗേഷൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല. നീ നോക്ക്. ആരുടെയോ കയ്യിൽ എന്റെ ലെറ്റർ ഹെഡ് ഉണ്ടെന്ന് വെച്ച് എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് പാസ്പോർട്ടിനായി എന്റെ ഓഫീസിൽ. ആരാ ക്രിമിനൽസ് എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നിങ്ങളാ. ഗണ്ണുണ്ടെന്ന് കരുതി വെടിവെക്കുക, ഓഫീസ് ഉണ്ടെന്ന് കരുതി വിളിപ്പിക്കുക. അയാൾ വന്ന് വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതിരിക്കുന്നത്. അവൻ ഫ്രസ്ട്രേഷൻ കാരണം ചീത്ത വിളിക്കുന്നു. ഇപ്പൊ എനിക്കും ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ട്. അവന്മാർക്കിട്ട് അടി കൊടുക്കട്ടെ. നീ അടിച്ചോ, ഞാൻ നോക്കട്ടെ. എന്റെ ടേബിൾ എന്നെ തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ. ഇവൻ എന്തായി കാണിക്കുന്നത്? എന്താ ഇത്? എന്തിനാ അടിക്കുന്നത്? റൗഡികളെ തല്ലാൻ റീസൺ അവരെന്റെ ആൾക്കാരാ. അതിനിപ്പോ എനിക്കെന്താ? എന്താ സാർ ഇത്? ഫ്രസ്ട്രേഷൻ സാർ. പാവം, അവന്റെ ബൈക്ക് പോലുള്ള ഫ്രസ്ട്രേഷനില്ല അവൻ. അടിച്ചാ ബൈക്ക് കിട്ടുമോ? ഫ്രസ്ട്രേഷൻ പോയി കിട്ടുമല്ലോ. എന്താ ഇവിടെ ഒരു കോലാഹലം? ഫ്രസ്ട്രേഷൻ സാർ. നമ്മൾ കംപ്ലൈന്റ് പരിഹരിക്കുന്നില്ല എന്നുള്ള പബ്ലിക് ഫ്രസ്ട്രേഷൻ. അതെന്താണെന്നൊക്കെ നോക്കണ്ടേ? അതിന് എന്റെ ആൾക്കാരെ അടിക്കുന്നത്. ഇതും കൂടെ ഒന്ന് നോക്കളിയാ. അതാ സാർ നോക്കുന്നത്. നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി സാർ. അവൻ മനഃപൂർവ്വം അടിക്കുക, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഫ്രസ്ട്രേഷനും അല്ല, ഒന്നുമല്ല. ഇത് റിയലൈസേഷൻ. യെസ്. നോക്കിക്കോ, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. കണ്ടില്ലേ സാർ, പിള്ളേര് കിടക്കുന്ന പോലെ. ഇനി എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ. ഇനി ഇവരെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എന്റെ പണി പോയി കിട്ടൂടാ. ഹലോ. എടോ മൂർത്തി, സാർ, ആ പാസ്പോർട്ടിന്റെ കാര്യം എന്തായി? ഞാൻ എന്ത് ചെയ്യാനാ സാർ? ആ ലെറ്റർ ഹെഡ് സത്താറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ടോർച്ചർ ചെയ്യുക. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോറി സാർ, എന്നെ വിട്ടേക്ക്.